പറ്റിയൊരു വീട് കിട്ടില്ലേ? ഞാനൊന്ന് അന്വേഷിക്കട്ടെ, വിഷമിക്കാതിരിക്കും. ശ്രീദേവി ഇവിടെ ഉണ്ടെന്ന് പുറത്താരും അറിയണ്ട. ആമാ, എനക്കിപ്പോ ഉനക്ക് ലീവ്? കുറച്ച് ജോലി ഉണ്ടായിരുന്നു, പിന്നെ അഡ്വാൻസ് ആയി ഒരു 200 രൂപയും വേണം. ഈ വീടിന് ആകെ ഒരു മാറ്റം വന്നിരിക്കുന്നല്ലോ. ഒരബദ്ധം പറ്റി. അടുത്ത വീട്ടിലെ സ്ത്രീ ഞാനിവിടെ ഉള്ളത് കണ്ടു. അത് സാരമില്ല. വീടിന്റെ കാര്യം ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു. ഈ അവസ്ഥയിൽ ശ്രീദേവിക്ക് ഒറ്റയ്ക്ക് താമസിക്കാൻ സേഫായിട്ടൊരു സ്ഥലം കിട്ടുക എളുപ്പമല്ല. അനന്തന് വെറുതെ ബുദ്ധിമുട്ടായി അല്ലേ? ഇനി എന്താ വേണ്ടത്? ഇനി ഒന്നും വേണ്ട, ഞാൻ പോകാം. പോവുകയോ? പക്ഷേ എവിടേക്ക്? അത് എനിക്കും അറിയില്ല. പിന്നെ എങ്ങോട്ടെന്നില്ലാതെ ഒറ്റയ്ക്കിറങ്ങി പോകാൻ എന്താ, എന്നെ വിശ്വാസമില്ലേ? അയ്യോ, അതുകൊണ്ടല്ല. എങ്കിൽ തൽക്കാലം ഇവിടെ താമസിക്കും. അധികം താമസിയാതെ ഡോക്ടർ മതം വരില്ലേ? പിന്നെന്താ? ഞാൻ കാരണം അനന്തൻ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്. എന്നെ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ. ഒരർത്ഥവും കാണാത്ത ഈ ജീവിതത്തിൽ ശ്രീദേവിക്ക് എങ്ങനെയെങ്കിലും ഉപകാരപ്പെട്ടാൽ. രാഘവേട്ടാ, വേണ്ട, ഒന്നും പറയണ്ട. ചേച്ചി മറിയാതൻ, നമ്മൾ ഇവനെ എങ്ങനെയാ കരുതിയിരുന്നേ? സ്വന്തക്കാരൻ പോലെ. എന്നിട്ട് ആ വിചാരമല്ലോ അവൻ ഇങ്ങോട്ടുണ്ടോ? അതിരുന്ന ഇപ്പടിയാ. എന്നാലും എന്റെ അനന്ത, ഒരു വാക്ക് താൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ സാക്ഷി ഒപ്പിടാനെങ്കിലും ഞങ്ങൾ വരുമായിരുന്നല്ലോ. രാഘവേട്ടാ, ഇത് വേണ്ട, അതൊന്നും പറയണ്ട. நடந்து போச்சு. அவன் தான் தெரியாம தவறு செஞ்சாலும் அதை நாம தானே மன்னிக்கணும். മன்നിക്കണമാ? പിന്നെ മன்னிக்க வேண்டாமா? ഏതായാലും നീ ഒരു ആൺകുട്ടി തന്നെയാ, സമ്മതിച്ചിരിക്കുന്നു. കുറെ കാലമായിട്ടുള്ള നിന്റെ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതിയ ഒക്കെ കുട്ടിച്ചോറാക്കുന്ന മെട്ടുക്കൻ. എന്നെ പോലെ ഒടുവിൽ കാര്യം സാധിച്ചെടുത്തല്ലോ. അതെ, പെങ്കുച്ചിന്റെ വീട്ടുകാരെ പുറകെ പോലീസിലൊന്നും അയക്കില്ലല്ലോ. രാഘവേട്ടാ, ആ കുട്ടി ഇനി അഥവാ അയച്ചാൽ തന്നെ ഞങ്ങൾ ഈ ചേരിയിലുള്ളപ്പോ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. ஒரே குத்து. கவலைப்படாத. ஆமா, அது போட்டோம். 4 பேருக்கு தெரியாம கூட்டு வந்தாச்சு. ഇനിമേ ചേരിയിൽ இருக்கிறவங்க പാസ് പൊട്ടുമേ. പെണ്ണാണെങ്കിലും ഇവള് ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. അന്തസ്സായിട്ട് ചെലവ് നടത്തണം. അയ്യോ രാഘവേട്ട, ഈ പറയുന്ന പോലെ കാശിന്റെ കാര്യം അതൊക്കെ ഞാൻ ഏറ്റു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് നിന്ന് തന്നാ മതി. നല്ല വട പായസം ജാം ജാമിനെ. ഹോസ്റ്റലിൽ പോയി അന്വേഷിച്ചു, കത്തൊന്നുമില്ല. പോസ്റ്റ് ഓഫീസിൽ ഇവിടുത്തെ അഡ്രസ് കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ സൗകര്യങ്ങളൊക്കെ എങ്ങനെ? ധാരാളം. കുളിക്കാൻ ചൂടുവെള്ളം മറ്റോ വേണമെങ്കിൽ ഞാൻ ചൂടാക്കി എടുത്തോളാം. ഇവിടെ ഇത്രയൊക്കെ ഉള്ളുവെങ്കിലും ഒന്നിനും കുറവ് വരുത്തരുത്, അതും ഇങ്ങനെ ഇരിക്കുമ്പോ. ഇവിടെ വന്നിട്ട് പെരക്കാത്ത തന്നെ കുത്തിയിരുന്നാൽ എങ്ങനെയാ? രണ്ടിനും പുറത്തോടെ ഇറങ്ങിക്കേ. അങ്ങനെ ഉണ്ട് ഒരു കഥ. ചേരിക്കാരൊക്കെ കാണേണ്ടത്. വാ, ബെഞ്ചി പിടിച്ചു, ആ ബെഞ്ചി പിടിച്ചു. നിങ്ങൾ എന്താ ഇത്? അലോഗ്യൊന്നും തോന്നരുത്. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളുകൾ അവര് ധരിച്ചിരിക്കുന്നത് ശ്രീദേവി വീട്ടുകാരെ ഉപേക്ഷിച്ച് എന്റെ കൂടെ ഇറങ്ങി പോകുന്നതാണെന്ന്. ആ ധാരണ തിരുത്താൻ നിന്നാല് ഒരുപാട് കഥകൾ പറയേണ്ടി വരും. പറഞ്ഞാൽ തന്നെ. അതിനെന്തിനാ ക്ഷമാപണം പറയുന്നത്? എനിക്കെല്ലാം ഒരു തമാശയായി തോന്നിയുള്ളൂ. പാത്രം ഇല്ലാഞ്ഞതുകൊണ്ട് സൂപ്പ് വാങ്ങാൻ പറ്റില്ല. എന്തിനാണെന്താ ഇതൊക്കെ? പറഞ്ഞു കേട്ട അറിവേ ഉള്ളൂ.
ഇങ്ങനെ ഇരിക്കുമ്പോൾ രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ കൊതിയുണ്ടാവുന്നു. ശ്രീദേവിക്ക് ഒന്നിനും കുറവുണ്ടാവരുത്. കഴിക്കും. അനന്ത, ആവശ്യത്തിന് ചെലവാക്കാനുള്ളതാ പണം. വേണ്ടപ്പോഴൊക്കെ ചോദിച്ചു, ഉള്ളതുപോലെ ഞാൻ തരാം. ഇപ്പത്തെ ഇത് വെച്ചു. ഞാനിത് മാസാവസാനം തന്നോളാം. വേണ്ടപ്പോ ഞാൻ ചോദിച്ചോളാം. നീ ആദ്യം കാര്യം നടത്തും. എന്നാലും നീ ആ പെങ്കൊച്ചിനെ വിളിച്ചിറക്കൊണ്ട് പോരുന്നതിന് മുമ്പ് കാര്യം സാധിച്ചു. രാഘവട്ടെ, ഞാൻ വെറുതെ അല്ല രായ്ക്ക് രാമാനം ആരും അറിയാതെ വിളിച്ചോട്ടേക്ക് പോകുന്നത്. ആ, അതിനും വേണമല്ലോ ഒരു ഭാഗ്യം. അതെ, പറയുമ്പം ഞങ്ങളും ഏതാണ്ട് ഇതിലൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ ഫലസിദ്ധി ഉണ്ടായില്ല എന്ന് മാത്രം. നീ ചെല്ലേ മരകഥ ഇതൊക്കെ എടുത്തകത്തൊക്കെ. கூட ஏண்டா வீட்டுக்கு முன்னால டீப்பாங்க அட்டி சோமாரி குட்டாரா ஒண்ணு. ஏம்மா എന്താ അവിടെ മരകഥ? ஏம்மா இடுப்பு போச்சு. ஐயோ அட்டி ஓடிட்டோம் தியா கழுத. வாடா நீ உன்னை கவனிச்சுக்கிறேன் நாளைக்கு. രണ്ടർച്ചന, ശ്രീദേവി കാർത്തിക, മദൻ മോഹൻ പുണർദം. ശരി. തൊഴുതു നിന്നപ്പോ മനസ്സ് മന്ത്രിച്ചു. ഡോക്ടർ മദന്റെ കത്ത് വരുന്നു. ധൈര്യമായിരിക്കും, എല്ലാം നല്ലതിനായിരിക്കും. വരും. ஐயோ, இப்படி திடீர்னு எந்திரிக்க கூடாது. குழந்தை பயந்துக்கும். ஏன் ஆனந்தா, இந்த குழந்தைக்கு நிறமாசங்கிற நினைப்பே கிடையாது. இந்தா ഇന്നും പോസ്റ്റ് ഓഫീസിൽ പോയി അന്വേഷിച്ചു. കത്തൊന്നുമില്ല. ഇനി നമ്മളയച്ച കത്ത് കിട്ടാതെ വരുമോ? ഇല്ല, രജിസ്റ്റർ ചെയ്താണല്ലോ അയച്ചത്. വരും, വരാതിരിക്കില്ല. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കാണണ്ടേ? ശ്രീദേവിക്കറിയാം. എന്നാലും അല്ലെങ്കിൽ ഇനി കത്തും നോക്കി നിന്നാൽ എങ്ങനെയാ? ഇവിടെ ഇപ്പോ രാഘവേട്ടനും ചേച്ചിയൊക്കെ ഉണ്ടല്ലോ. ഞാൻ നാട്ടില് ഡോക്ടർ മദന്റെ വീട് വരെ ഒന്ന് പോവാം. വേറൊന്നും ഉണ്ടായിട്ടല്ല. എപ്പോഴാ വരികയെന്നറിഞ്ഞാൽ ശ്രീദേവിക്ക് അത്രയും മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.